ഹായ് ഫ്രണ്ട്സ്, രുചി മേഗസിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന റോക്കറ്റ് അടുപ്പാണ്. അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിൽ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ റോക്കറ്റ് അടുപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇതിനായി നമുക്ക് ആവശ്യം 28 ഇഷ്ടികയും 12 ഇഞ്ച് നീളവും 12 ഇഞ്ച് വീതിയും ഉള്ള ഇതുപോലുള്ള ഒരു നെറ്റാണ്. ഇഷ്ടികയിൽ ഒരെണ്ണം കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഇരുവശങ്ങളാണ് നമുക്ക് ആവശ്യം. ഒരു ഇഷ്ടിക എടുത്തു വെച്ച് മറ്റൊരു ഇഷ്ടിക അതിൻ്റെ ആദ്യ സൈഡിൽ വെച്ച് മാർക്ക് ചെയ്യുകയും അതിൽ തന്നെ എൻഡ് സൈഡിൽ വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇടയിലുള്ള ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ഈ 2 പീസുകളാണ് നമുക്ക് ആവശ്യം. ഇനി ആദ്യ ഇഷ്ടിക നിരപ്പായ തറയിൽ ഇതുപോലെ വയ്ക്കുക. രണ്ടാമത്തെ ഇഷ്ടിക വയ്ക്കുമ്പോൾ ഇതുപോലെ ആദ്യ ഇഷ്ടികയുടെ തലഭാഗത്തായി ചേർത്ത് വയ്ക്കുക. മൂന്നാമത്തെ ഇഷ്ടിക വയ്ക്കുമ്പോൾ രണ്ടാമത്തെ ഇഷ്ടികയുടെ കോർണറിൽ ഇതുപോലെ ചേർത്ത് വയ്ക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഷ്ടികയിൽ ഒന്ന് ഈ ഗ്യാപ്പിലായി നമുക്ക് വെച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി നമുക്ക് ഈ നെറ്റ് വെച്ച് കൊടുക്കാം. നെറ്റ് നല്ല ബലമുള്ളതായിരിക്കണം. ഇതിന് മുകളിലാണ് നമുക്ക് വിറക് വെച്ച് തീ കൊടുക്കാനുള്ളത്. അതുകൊണ്ട് നല്ല ബലമുള്ള കമ്പി തന്നെ വേണം. ഇനി ഇതിന് മുകളിലായി ഇതുപോലെ പൊസിഷൻ തെറ്റാതെ രണ്ടാമത്തെ സ്റ്റെപ്പ് കല്ല് വയ്ക്കുക. അടുത്ത കല്ല് ഇതിൻ്റെ തലഭാഗത്ത് ഇതുപോലെ മുട്ടിച്ചു വയ്ക്കാം. ആറാമത്തെ കല്ല് ഇതാ ഇതുപോലെ മറ്റേ കല്ലിൻ്റെ കോർണറിൽ വെച്ച് കൊടുക്കാം. ഈ ഗ്യാപ്പുള്ള ഈ ഭാഗത്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഭാഗം കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലുള്ള കല്ല് ഈ സെക്കൻഡ് സ്റ്റെപ്പിലുള്ള കല്ലിൻ്റെ നേർമുകളിൽ തന്നെ വെച്ച് കൊടുക്കാം. തുടർന്ന് അടുത്ത കല്ല് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനിയുള്ള കല്ല് പ്രത്യേകം ശ്രദ്ധിച്ച് വയ്ക്കാം. ഇതുപോലെ ഈ പൊസിഷനിൽ വെക്കണം. കാരണം ഇനി വരുന്ന ഇഷ്ടികയുടെ സ്ഥാനം ദാ ഇതുപോലെയാണ്. ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ചതുരാകൃതിയിൽ കിട്ടുന്നത്. തുടർന്ന് ഇനിയുള്ള കല്ല് ഇപ്പോൾ വെച്ച കല്ലിന് മുകളിലായിട്ട് ഇതുപോലെ വയ്ക്കാം. അടുത്ത കല്ലും ദാ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. അടുത്ത കല്ലും നമുക്ക് കണ്ട ഇതുപോലെ വെച്ച് കൊടുക്കാം. അടുത്ത കല്ല് ദാ ഇതുപോലെ വെച്ചിട്ട് 4ാമത്തെ സ്റ്റെപ്പ് പൂർത്തിയാക്കി 5ാമത്തെ നിലയിലേക്ക് പോവാം. 4ാമത്തെ സ്റ്റെപ്പ് ചെയ്ത പോലെ തന്നെ 5ാമത്തെ സ്റ്റെപ്പും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 6ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി ലാസ്റ്റ് 7ാമത്തെ സ്റ്റെപ്പ് കൂടി നമുക്ക് ചെയ്തു കൊടുക്കാം. ഇനി നമുക്ക് ഒരു കല്ല് ഇവിടെ വിറക് വയ്ക്കാനുള്ള സ്റ്റാൻഡായിട്ട് താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കാം. പാചകം കഴിഞ്ഞാൽ ഈ ഇഷ്ടിക എടുത്ത് മാറ്റി നെറ്റിനടിയിലെ കത്തിയ ചാരം നമുക്ക് നീക്കം ചെയ്യാനും സാധിക്കും. അവസാനമായി നമുക്ക് ഇതിൻ്റെ മേൽഭാഗത്ത് പാത്രം വയ്ക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. സ്റ്റാൻഡ് ഇല്ല എങ്കിലും കുഴപ്പമില്ല, 3 കല്ലെടുത്ത് വെച്ചാലും മതി. ഇങ്ങനെ വെക്കുന്നതിന് ഉദ്ദേശം എയർ സർക്കുലേഷനിലൂടെ തീ ആളി കത്തി മുകളിലേക്ക് വരുവാനാണ്. ഇനി ഈ അടുപ്പിൽ നമുക്ക് വിറക് വെച്ച് കൊടുക്കാം.
മുകളിലൂടെ നമുക്ക് ഇതിലേക്ക് നീളം കുറഞ്ഞ വിറകുകളൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഈ അടുപ്പ് നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം. ഒരല്പം മണ്ണെണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കത്തി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് കാണിക്കാം. ഒരു 4 ഗ്ലാസോളം വെള്ളമേ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് തിളച്ച് കിട്ടാനാണ് കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളത്. തീ നന്നായി ആളിക്കത്തി നല്ല ചൂടടിക്കുന്നുണ്ട്. ഇതാ നമുക്ക് 1 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് തിളച്ച് വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലായി എന്നെ അറിയിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരും സന്തോഷത്തോടെ ഹെൽത്തി ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു.